പലതരം യാത്രയയപ്പ് ചടങ്ങുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് അല്പം വ്യത്യസ്തമാണ്. കണ്ണൂർ അഴീക്കോട് KSCB സെക്ഷൻ ഓഫീസിലെ ഓവർസിയറായ ഹാഷിം KPക്കാണ് ഒരു വൈറൽ യാത്രയയപ്പ് നൽകിയത്. സഹപ്രവർത്തകരൊക്കെ ചേർന്ന് ആഘോഷമാക്കിയ ആ യാത്രയയപ്പിന്റെ വിശേഷങ്ങളിലേക്കാണ്. പാട്ടും ഡാൻസും ഒക്കെ ചേർന്ന് ആഘോഷമാക്കിയ ഒരു യാത്രയയപ്പ് അത് നടന്നത് കണ്ണൂർ അഴീക്കോട് KSCBയുടെ സെക്ഷൻ ഓഫീസിലാണ്. അവിടുത്തെ ഓവർസിയറായ ഹാഷിംക യാത്രയയപ്പ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ വലിയ ആഘോഷം നമ്മൾ കണ്ടത്. ഹാഷിംക, സാധാരണ കണ്ണൂരിലൊക്കെ വിവാഹ വേളയിൽ വരനെയും വധുവിനെയൊക്കെ ആനയിച്ചുകൊണ്ട് പോകുന്നത് നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ. എന്ത് തോന്നി ശരിക്കും? സന്തോഷ വേളയായിട്ടാണ് കാണുന്നത്. സഹപ്രവർത്തകരുടെ കൂട്ടായ്മ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നോ? ഇല്ല, ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടില്ല. ഇല്ല, ഇങ്ങനെ റോട്ടിലിറക്കി നടന്നിട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ഇതൊരു ചടങ്ങ് നല്ലൊരു സന്തോഷവേളയാക്കി തന്നു. വീട്ടുകാരെന്ത് പറഞ്ഞു? വീട്ടുകാർക്കും വളരെ ഇഷ്ടപ്പെട്ടിരുന്നതാണ്. ചേട്ടാ, ഇതിനകത്ത് കണ്ടൊരു കമന്റ് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തോട് നിങ്ങൾക്ക് എന്ത് വൈരാഗ്യമുണ്ട്, അത് ഇദ്ദേഹത്തെ പറഞ്ഞു വിടാനുള്ള സന്തോഷമാണെന്നൊക്കെ ഞാൻ കണ്ടിരുന്നു. ഒരിക്കലുമല്ല, അദ്ദേഹത്തിൻ്റെ അത്രയും നല്ല പ്രസൻസ് അതാ നമ്മളെ ഇത്രയും പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതുണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അതിന് കാരണം പ്രധാനമായിട്ടും. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഇൻഫോണായിട്ട് കിട്ടിയത്. ഈ ഡാൻസ് കണ്ടിട്ട് എല്ലാവരും എന്ത് പറഞ്ഞു? ഭയങ്കര അഭിപ്രായം പറഞ്ഞു. മനോഹരമായിരുന്നു ചേട്ടാ പാട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാനിങ്, ഇങ്ങനെ ഒരു യാത്രയപ്പ് ചെയ്യാൻ ഒരു പ്ലാനിങ് നടത്തിയത്? എന്താണ് കാരണം? അങ്ങനെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു പ്ലാനിങ് അല്ല. നമ്മളെ പെട്ടെന്ന് ഇവിടുന്ന് ഒരു പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഇതാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഇവരെ എത്തുന്നതിന് മുന്നേ നമുക്കിങ്ങനെ ഒരു ഇതെല്ലാം എടുത്തിട്ട് പോകണം. ഒരു സെറ്റെല്ലാം എടുത്ത് പോയിട്ട് നമുക്ക് അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 50 മീറ്റർ ദൂരം വീട്ടിലേക്ക് നമുക്കിങ്ങനെ ഒരു ആനയിച്ച് പോവാം എന്നുള്ളൊരു ഇടുന്നേ ഉള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ അതാണ് എല്ലാവർക്കും മനസ്സിലാകും. ഭയങ്കര സന്തോഷവും ജീവനക്കാർ ആ ഒരു ഒത്തൊരുമ ഭയങ്കരമാണോ നിങ്ങൾ? ഒത്തൊരുമ, എല്ലാവരും നല്ല ഒത്തൊരുമയാണ്. അതിൽ ഭയങ്കര ആഘോഷമായിരുന്നു. നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇങ്ങനെ ഒരു കിട്ടിയത് തന്നെ വലിയ കാര്യം ആണ് ജീവനക്കാർ തന്നെ പറയുന്നത്. ഈ ജീവനക്കാരെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം എന്നാണ് നമ്മൾ പറയുന്നത്. അഴീക്കോട് വന്നതും ഇവർക്കൊപ്പം അപ്പുറം ജോലി ചെയ്യാൻ കഴിഞ്ഞതും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഒരു യാത്രയപ്പ് വലിയ രീതിയിൽ വൈറലായി. ഇപ്പം എന്താണ് ശരിക്കും നിങ്ങൾക്ക്? അല്ല, ഇവർക്ക് ഇങ്ങനെ ഒരു പ്ലാനിങ് ഉള്ള കാര്യം എനിക്കും അറിയത്തില്ലായിരുന്നു. നമ്മളിവിടെ സാധാരണ ചെയ്യുന്ന പോലുള്ള ആശംസയും ചെറിയ പാട്ടും കലാപരിപാടികളും ഒക്കെ ആയിട്ട് സെൻഡ് ഓഫ് പരിപാടി കഴിഞ്ഞതാണ്. അതിനുശേഷം അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നതിനായിട്ടാണ് ഇവരെല്ലാം കൂടെ പോയത്. അപ്പോൾ ഞാനിവിടെ നിന്നെല്ലാം വണ്ടി കയറ്റി യാത്രയാക്കി. പക്ഷേ അതിനുശേഷം പിന്നീട് നടന്നത് ഞാൻ ഈ വീഡിയോയിലൂടെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു യാത്രയപ്പ് കേരളം ഒട്ടാകെ ഇറങ്ങിയ ഒരു യാത്രയപ്പ് മാത്രമല്ല, പുതിയ കലാകാരന്മാരെ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂരിൽ നിന്നും ഷാജി ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. ഫെലിക്സ് പുളിക്കൽ ചേരുന്നുണ്ട് തത്സമയം. ഫെലിക്സ്, ഒരു ഗംഭീര യാത്രയപ്പ്. നമ്മളൊരു ജോലിയിൽ ആദ്യം പ്രവേശിക്കുമ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കും എങ്ങനെയുണ്ട് ജോലി എന്ന്. അതുപോലെ ഒരു ജോലിയിൽ നിന്ന് പടി ഇറങ്ങുമ്പോൾ ചോദിക്കും എന്താണ് നിങ്ങളുടെ സമ്പാദ്യം എന്ന്. ഇവിടെ ഹാഷിമിക്കയ്ക്ക് ധൈര്യത്തോടെ പറയാം, ഈ സഹപ്രവർത്തകരാണ് എൻ്റെ സമ്പാദ്യം, കുറേ സ്നേഹമുള്ള മനുഷ്യർ എൻ്റെ ചുറ്റുമുണ്ട് എന്ന്. ഇതുപോലൊരു യാത്രയപ്പ് എന്തായാലും ആരായാലും കൊതിച്ചു. ഈ യാത്രയപ്പ് കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ ഹാഷിം എന്നുള്ള ഈ ഓവർസിയറെ സഹപ്രവർത്തകർ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നത്. കാരണം അദ്ദേഹത്തിനെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു ആഘോഷമാക്കി പാട്ടും ഡാൻസും അവരതിന് സ്പീക്കറും മൈക്കും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അവരുടെ റോഡിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ ഇത്ര വലിയ യാത്രയപ്പ് ആഘോഷമാക്കി മാറ്റിയത് എന്നതാണ്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹമായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയധികം ആഘോഷമാക്കി ഇതിനെ മാറ്റിയതെന്ന്. കാരണം അത്രയും സ്നേഹവും അടുപ്പവും ഒക്കെയുള്ള ആളുകളാണ് അവർ. അതിൻ്റെ ഒരു പ്രകടനം കൂടിയാണ് അത്. ജനങ്ങൾക്ക് മുമ്പിലേക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ കൂടി അറിയിച്ചുകൊണ്ട് ആ യാത്രയപ്പ് ചടങ്ങ് പൂർത്തീകരിക്കുക എന്നുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്രയും വലിയ ഒരാഘോഷമാക്കി അതിനെ മാറ്റിയത് എന്ന് വേണം നമുക്ക് പറയാൻ. ഒപ്പം തന്നെ ഇവർ ഇത്രയും വലിയ കലാകാരന്മാരാണ് എന്നുകൂടി നാട് അറിയുകയാണ്. പാട്ടും ഡാൻസും ഒക്കെ എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു അടിപൊളി സ്നേഹ കാഴ്ച. ഒരുപാട് സുഹൃത്തുക്കൾ, സ്നേഹമുള്ള മനുഷ്യർ തനിക്ക് ഒപ്പമുണ്ട്, സ്വന്തമായി ഉണ്ട് എന്ന് ഹാഷിമിക്കയ്ക്ക് എന്നും ധൈര്യത്തോടെ സന്തോഷത്തോടെ പറയാം.